ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വിഭവമായിട്ട് വന്നിരിക്കുന്ന സ്നാക്സ് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സ്കൂളൊക്കെ തുറന്നില്ലേ, അതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു 20 കശുവണ്ടി വെച്ചിട്ടുണ്ട്. മുഴുത്ത കശുവണ്ടിയാണ്, 20 വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിന് 1/4 കപ്പ് അരിപ്പൊടിയും അതിൻ്റെ പകുതി പിന്നെ കടലപ്പൊടി വെച്ചിരിക്കുകയാണ്. കുറച്ച് മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, ഒരൽപ്പം ചെറിയ ഉള്ളിയാണ്, ഒരു 5-8 ഉണ്ട് ചെറിയ ഉള്ളി. എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 1 2 3 4 5 6 7. ഞാൻ കൈക്കണക്കല്ലാണ്ട് കളന്നെടുത്തതല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. 2 ഉള്ളി. ഇനി നമുക്ക് ഈ പൊടിയിലോട്ട് ഞാനിപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പിടുകയാണ്. ഉപ്പ് നോക്കണം എന്തോരം വേണമെന്ന്. ഇത് കല്ലുപ്പാണ്, ഞാൻ പൊടിച്ച് വെച്ചിരിക്കുക. വേണ്ട. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല, ഞാൻ പൊടിച്ചെടുക്കുന്നതാണ് ഗരം മസാല. അത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വേണ്ട, ഇത്ര മതി. ഒരു പിഞ്ചെന്ന് പറയാം, അല്ല കുറച്ച് കൊടുക്കട്ടെ, മതി 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 മതി. ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇത് വെച്ചിട്ടില്ലേ കശുവണ്ടി, അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. ഒന്ന് ചെറുതായിട്ട് പൊടിച്ചുകൊണ്ടിരുന്നത് ചെറിയ കഷ്ണങ്ങളെ കിടപ്പുണ്ട്, കണ്ടോ, ചെറിയ കഷ്ണമൊക്കെ കിടപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് സ്ഥലം അങ്ങനെ നടന്നോട്ടെ. നമുക്കിതൊന്ന് ഒരു ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിവിടെ ഞാൻ ഉള്ളി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. ആ ഉള്ളി നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് തന്നെ ചതയ്ക്കാനിട്ട് എന്താ ഉള്ളി ഇതിനകത്തിട്ട് ഇട്ട് ചതയ്ക്കാൻ പോവാണ്. ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്, ഈ പൊടിയിലോട്ട്. നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ഈ ജാറിൽ വെള്ളം ഒഴിച്ചെടുക്കാൻ പോകണം. കഴുകിയ വെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ്. കാരണം ഇത് ഭയങ്കര ഗുണമുള്ളതാണ്. കശുവണ്ടിയൊക്കെ അരച്ചതാണ്, കളയാൻ പറ്റില്ല അങ്ങനെയൊന്നും. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഒഴിച്ചെടുക്കാം. ചിലപ്പോൾ ഇനി വേണ്ടി വരും, കുഴയ്ക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ വെള്ളം വേണം. ഇനി ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് പരുവം ഏകദേശം അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. കണ്ടോ, മിക്സ് കണ്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ഈ കശുവണ്ടി ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ഇതിനകത്തോട്ട് ഇടുകയാണ്. കുത്തി വെച്ചു, ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. എണ്ണ ഒഴിക്കുകയാണ്. ഒന്ന് ചൂടായിട്ടുണ്ടാവണം. ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കറിയുമ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ കണ്ട ഒച്ച വേണ്ട, ഇങ്ങനെ ഒരൊച്ച. അപ്പോൾ അതായി എന്നാണ് അർത്ഥം. നമുക്കിതെടുക്കാം. നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഇവിടെ കാഷ്യൂ പക്ക ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോസ്, ടൊമാറ്റോ സോസോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാനിതെങ്ങനെയാണ് കാണിച്ചു തരാം കഴിക്കണത്. കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇനി സോസ് നോക്കി കഴിക്കാം. ഒരു നിർബന്ധമില്ല സോസ് നോക്കണം. സോസ് നോക്കിയാൽ കുറച്ചുകൂടെ
എന്താ സ്വാദ്, അടിപൊളി സ്വാദാണ്, സൂപ്പർ ടേസ്റ്റ്. ഇത് റിച്ചാണ്, കാരണം കാഷ്യൂ ആണ്, നല്ല സ്വാദാണ്. ഞാൻ ട്രൈ ചെയ്യൂ. തന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.